നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിഷയം കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നു. അതൊരു വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്. സൂംബ ഡാൻസിനെ കുറിച്ചും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളെ കുറിച്ചും തന്നെയാണ് പറയുന്നത്. സൂംബ ഡാൻസ് വിവാദം ആളിക്കത്തിയ സമയത്ത് സർക്കാർ ഇനി ഇതിൽ നിന്ന് പിന്നോട്ട് പോകുമോ എന്ന് പലരും ചർച്ച ചെയ്തെടുത്താണ് വി ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വന്നിട്ട് വ്യക്തമായിട്ട് പറയുന്നത് ഇല്ല, സർക്കാർ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്നുള്ളത്. സമസ്തയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു അടിയായിരുന്നു അത്. കാരണം ഈ പാരമ്പര്യ ബുദ്ധിജീവികൾ പറഞ്ഞത് മര്യാദയ്ക്ക് വസ്ത്രം ധരിക്കാതെ ചെയ്യുന്ന ഒരു നൃത്തമാണ്, ഡാൻസ് ആണ് സൂംബ എന്നായിരുന്നു. സൂംബ ഏതാ, ക്യാബ്ര ഏതാ, ബെല്ലി ഡാൻസ് ഏതാ എന്നറിയാത്ത ഈ പറയുന്ന പാരമ്പര്യ ബുദ്ധിജീവികൾക്ക് നമ്മൾ മറുപടി കൊടുത്തിട്ട് കാര്യമില്ല. പക്ഷെ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, മാധ്യമങ്ങളിൽ പലരും എടുക്കുന്ന ഒരു ഇരട്ടത്താപ്പുണ്ട്. പല വിഷയങ്ങൾ ലഭിക്കുമ്പോൾ, പലസ്തീനിൽ സംഭവിക്കുമ്പോൾ, ഗാസയിൽ സംഭവിക്കുമ്പോഴൊക്കെ വലിയ വായിൽ അടുപ്പ് കൂട്ടി ചർച്ച നടത്തുന്ന പലരും ഈ വിഷയത്തെ വേണ്ട വിധത്തിൽ ഗൗനിച്ചിട്ടില്ല. മുസ്ലിം ലീഗ് പോലും പറഞ്ഞത്, PMA സലാം ആദ്യം പറഞ്ഞത് പഠിച്ചിട്ട് പറയാം എന്നാണ്. അദ്ദേഹം സൂംബ പഠിച്ചിട്ട് പറയാമെന്നാണോ ഉദ്ദേശിച്ചത് എന്ന് പോലും അറിയില്ല. കാരണം അപ്പോഴല്ലേ അറിയുള്ളൂ ഇത് ഡാൻസ് ഏത് ഫോമിലാണ് അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ളത്. മുസ്ലിം ലീഗിന്റെ ഒരു അഭിപ്രായം എനിക്ക് തോന്നുന്നു പറഞ്ഞത് സർക്കാരിന് വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സൂംബയെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ, മതപരമായ വിവാദങ്ങൾ, ആരിഫ് ഹുസൈന്റെ ഒരു നിഗമനത്തിൽ. ഒന്നാമത്തെ കാര്യം, സൂംബ ഒരു നൃത്തമല്ല, ഇതൊരു ഡാൻസ് ആണ് എന്നുള്ള രീതിയിലാണ് ഇത് പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത്. സൂംബ എന്ന് പറയുന്നത് ഒരു ഡാൻസ് ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. അതായത് ഒരു ആറോബിക് എക്സസൈസ് എന്നുള്ള രീതിയിൽ വളരെ ലൈറ്റായിട്ട് കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള, അത്രമാത്രം ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളതല്ലാത്ത, ശരീരത്തിന് എളുപ്പം അതിനോട് യോജിക്കാൻ പറ്റുന്ന തരത്തിലുള്ള, അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ ഏതൊരു എക്സസൈസ് റെജീം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ കോംപ്ലയൻസ് ആണ്. അതായത് നമുക്ക് ആ സംഗതി തുടർന്ന് ചെയ്യാനുള്ള ഒരു ത്വര അത് നഷ്ടപ്പെടുന്നു. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ആളുകൾ സ്ഥിരമായിട്ട് പറയുന്നതാണ്, ഞാൻ എത്ര ജിമ്മിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടാണ്. കാരണം മെമ്പർഷിപ്പ് എടുക്കാനൊക്കെ വലിയ ഒരു ആവേശമായിരിക്കും. പക്ഷേ 2 ദിവസം പോകും അല്ലെങ്കിൽ ഒരാഴ്ച പോകും, അത് കഴിയുമ്പോൾ അത് ഡ്രോപ്പ് ചെയ്യും. ഇതാണ് പൊതുവേ കണ്ടുവരുന്ന കാര്യം. അപ്പോൾ അങ്ങനെയുള്ള പല ഘടകങ്ങളെയും നേരിട്ട് അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമാണ് ഈ സൂംബ എന്ന് പറയുന്നത്. അത് ഈ സോഷ്യലൈസ് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ ഒരുമിച്ച് നിന്ന് ചെയ്യുന്ന ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ അതിനകത്തൊരു ആ ഒരു സോഷ്യലൈസിങ് നടക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ അത് എൻഗേജ് ചെയ്യാനുള്ള സാധ്യത കൂടുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സ്കൂൾ കരിക്കുലമൊക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ സൂംബ എന്നൊക്കെ പറയുന്നത് അടുത്താണ് ഇത്രമാത്രം പോപ്പുലറായി വന്നത്. അത് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ അത്തരം സ്റ്റുഡിയോസൊക്കെ വന്നത് ഈ അടുത്താണ്. ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും സൂംബ എന്ന് പറഞ്ഞ സംഗതിയൊന്നുമില്ല. പക്ഷെ അന്നുള്ളത് ഈ ഡ്രില്ല് എന്ന് പറഞ്ഞിട്ട്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള ഡ്രില്ല് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രൗണ്ടിൽ കൊണ്ടുപോയി നമ്മൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഒരു മാഷുണ്ടാവും. ആൾ ഇതേപോലെ കൈയും കാലും മുകളിലേക്കും താഴേക്കൊക്കെ ആക്കാനും, അതുപോലെ അത് ആണും പെണ്ണും ഒക്കെ ഒരുമിച്ച് വരിയായി നിന്നുകൊണ്ട് ഇത് നമ്മൾ ചെയ്തിരുന്നൊരു രീതിയാണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറി കുറച്ചും കൂടി ഇവോൾവ് ആയിക്കൊണ്ട് കുറച്ചും കൂടി ഒരു ആക്റ്റീവ് ആവുന്ന രീതിയിലൊരു സാധനം, അതാണ് സൂംബ. അപ്പോൾ ഈ ഒരു വേർതിരിവ് പോലും മനസ്സിലാക്കാതെ ഇവർ സൂംബ എന്താണെന്ന് അറിയാൻ വേണ്ടി ഇൻ്റർനെറ്റിൽ അങ്ങനെ അടിച്ചു നോക്കിയപ്പോൾ വല്ല ബ്രസീലിയൻ സാംബ നൃത്തം എല്ലാം കണ്ടു കാണും. അത് വെച്ചുകൊണ്ടൊക്കെയാണ് ഈ സൂംബയും സാംബയും തിരിച്ചറിയാത്ത ആളുകൾ. അത് ഈ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നതുകൊണ്ടുള്ള കുഴപ്പമാണ്. തലച്ചോറ് കൊണ്ട് ചിന്തിക്കുകയും തലച്ചോറ് കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ പരിഹരിക്കാൻ പറ്റും. പക്ഷേ ഇത് പ്രശ്നം അതല്ല, ഇത് ഹൃദയം കൊണ്ടായി പോകുന്നു എന്നുള്ളതാണ് കുഴപ്പം. ഏതായാലും ഇതാണ് ഈ വിഷയത്തിൻ്റെ എന്താണ് സൂംബ എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ കാര്യം. ഇനി ഇത് നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ആർക്കും ഇല്ലാത്തൊരു കുഴപ്പം, അത് ഒരു പ്രത്യേക വിഭാഗം ആളുകളിൽ നിന്നും വരുന്നു. ഇതാണ് നമ്മളിതിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിയോജിപ്പ് അറിയിക്കാനുള്ള അവസരം നമ്മുടെ രാജ്യത്തുണ്ട്, അതില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. നിങ്ങൾക്കൊരു സംഗതിയോട് യോജിപ്പില്ല, നിങ്ങളോട് ചർച്ച ചെയ്തില്ല എന്നൊക്കെയുള്ള ആ തരം പരാതികളൊക്കെ ഉന്നയിക്കാനും അതിൻ്റെ പേരിൽ നിങ്ങളുടെ വാദങ്ങൾ മുന്നോട്ട് വെക്കാനുള്ള പൂർണ്ണ അർത്ഥത്തിലുള്ള ഒരു അവകാശമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടത് എന്താണ്? ഇവിടെ അങ്ങനെ ഒരു സംഗതി അല്ലല്ലോ ഇവർ പറഞ്ഞു വെക്കുന്നത്. ഇവർ ആദ്യമേ പറഞ്ഞത് അല്പവസ്ത്രധാരികൾ അങ്ങനെ അത് ധരിച്ചുകൊണ്ടുള്ള ഒരു അഴിഞ്ഞാട്ടം എന്നുള്ള രീതിയിലാണ് ഒരാൾ പറഞ്ഞു വെക്കുന്നത്. വേറൊരാൾ പറയുന്നത് ഇത് ആഭാസമാണെന്നാണ്. പിന്നെ വേറെ കുറേ ആളുകൾ വന്ന് പറയുന്നു ഞങ്ങളുടെ മോഡസ്റ്റിക്ക് ഇത് പറ്റില്ല, ഞങ്ങളുടെ മതം ഇത് അനുവദിക്കുന്നില്ല എന്നുള്ള രീതിയിലേക്ക് അതിന് വിശദീകരണങ്ങൾ കൊടുത്തുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ തഹ്ലിയ പോലെയൊക്കെയുള്ള സ്ത്രീകളായിട്ടുള്ള ആളുകളൊക്കെയാണ് മുന്നോട്ട് വന്നിട്ട് പറയുന്നത് ഇത് ചില മതത്തിൽ ഇത് മ്യൂസിക് പോലും ഹറാമാണ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് വരുന്നു. അപ്പോൾ
ഈ സംഗതി പറഞ്ഞപ്പോൾ ഇത് 6-ാം നൂറ്റാണ്ടിലെ പിന്തിരിപ്പനായിട്ടുള്ള വളരെ റിഗ്രസീവായിട്ടുള്ള ഒരു വാദമാണ്. ഇത് ശരിയല്ല, ഇങ്ങനെ ഒരു സമൂഹത്തിലൊരു കാര്യത്തിൽ എല്ലാത്തിലും ഈ മതം തിരുങ്ങുന്ന പ്രവണത ശരിയല്ല എന്ന വിമർശനം വരെയും ഇത് വളരെ തെറ്റായിട്ടുള്ളൊരു രീതിയിലാണ് പറഞ്ഞു വെച്ചത് എന്നും പറഞ്ഞപ്പോൾ ഉടനെ അവർ പ്ലേറ്റ് മാറ്റി. എന്നിട്ട് എന്താക്കി, ഇത് ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ള വിഷയം ഇതാണ് അവർ ഉയർത്തുന്നത്. 2 പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന വലിയൊരു യമണ്ടൻ ചോദ്യമൊക്കെയാണ് ചോദിച്ചു വെക്കുന്നത്. അപ്പോൾ ഈ 2 ചോദ്യം കേൾക്കുമ്പോൾ ആരായാലും ഇപ്പോൾ നമ്മൾ കേട്ട് കഴിയുമ്പോൾ ശരിയാണല്ലോ, ആരോടും ചോദിച്ചിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ശരിയാണല്ലോ, ഇവിടെ റെക്കമെൻഡ് ചെയ്ത ആ സാഹചര്യം എന്ന് പറയുന്നത് സ്കൂളുകളിൽ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ, അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന പലതരം ഇൻ്റർവെൻഷൻസ്, അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ പറയുന്ന സൂംബ പോലെയുള്ള കാര്യങ്ങൾ, ആക്ടിവിറ്റി, ഈ പറയുന്ന ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അവരെ കുറേ കൂടി എൻഗേജിങ് ആക്കി അവർക്കൊരു സോഷ്യലൈസ് ചെയ്യാനുള്ള ഒരു അവസരവും അതുപോലെ ഒരു സ്ട്രെസ് ബേസ്റ്റർ എന്നുള്ള രീതിയിലൊക്കെ ഒരു സംഗതി എന്നുള്ള രീതിയിൽ ഒരു വൺ അമംഗ് ദ സൊല്യൂഷൻസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് എന്നുള്ള രീതിയിൽ ഒരെണ്ണം പറയുകയാണ്. അപ്പോൾ ആ സംഗതിയെ വെച്ചുകൊണ്ട് ചോദിക്കുന്നത്, ഇത് ഇങ്ങനെ ചെയ്താൽ ലഹരി വിരുദ്ധത കുറയും, ലഹരിയോടുള്ള ആസക്തി കുറയുമോ എന്നുള്ളതിന് പഠനമുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ അത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം ഇതൊരു തട്ടിപ്പാണെന്നുള്ളതാണ്. അതായത് ഇവർ പറഞ്ഞ ആഭാസമാണ്, അഴിഞ്ഞാട്ടമാണ്, തുള്ളാട്ടമാണ് എന്നൊക്കെ പറഞ്ഞ സംഗതിയിലെ ഈ പിന്തിരിപ്പൻ വാദവും അതുപോലെ തന്നെ അത് താലിബാനിസമാണ്, മതത്തിൻ്റെ കണ്ണിലൂടെ കാണുന്ന കാര്യമാണ് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള, അത് പിടിക്കപ്പെട്ടപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ജാള്യത, അവരുടെ മതം എക്സ്പോസ്ഡായി, അവരുടെ ആ ഇൻറ്റൻഷൻ എക്സ്പോസ്ഡായി, അതിനകത്തുള്ള പിന്തിരിപ്പൻ ആ ഒരു നിലപാട് പുറത്ത് വന്നപ്പോൾ, പിടികൂടപ്പെട്ടപ്പോൾ, ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അത് ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുറുക്ക് വഴി മാത്രമാണ് ഈ ചർച്ച ചെയ്തിട്ടില്ല, പഠനമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം. ഇതാണ് ഇപ്പോൾ അതിൽ പറയാനുള്ളൊരു കാര്യം. ഇനി ആ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ വശം എന്താണ്? അതായത് ഇത് ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഈ മതങ്ങളോട് ചർച്ച ചെയ്തിട്ടാണോ നമ്മളിവിടെ ഒരു കാര്യം തീരുമാനിക്കേണ്ടത്? ഇവരാരാണ്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്തൊരു ഗവൺമെൻറ് അവരുടെ പോളിസി മേക്കേഴ്സും അവരുടെ ഇത്തരം വിഷയങ്ങൾ നോക്കിയും കണ്ടും ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന രീതികളിൽ അതിന് ചെയ്യാനുള്ള എല്ലാ അവസരവും ഇവിടെ ഉണ്ട്. നിങ്ങൾക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ അടുത്ത തവണ വോട്ടിന് വരുമ്പോൾ ഇലക്ഷന് തോപ്പിക്കുക, എന്നിട്ട് നിങ്ങൾ അതിന് മറുപടി കൊടുക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ലാതെ മതങ്ങളോട് ചോദിച്ചിട്ടേ ഒരു കാര്യം ചെയ്യാൻ പാടുള്ളൂ എന്ന നില, അത് തെറ്റാണ്. ഇനി രണ്ടാമത്തത്, ഇത് സയൻറ്റിഫിക് സ്റ്റഡീസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇതൊരു എയറോബിക് ആയിട്ടുള്ള എക്സസൈസാണ്, ഫിറ്റ്നസ് പ്രോഗ്രാമാണ് എന്ന് ഉള്ളതിന് തെളിവുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരു സോഷ്യലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് അത് വേറെ ഉണ്ട് എന്നുള്ളതിന് തെളിവുണ്ട്. ശാസ്ത്രീയമായിട്ട് തന്നെ തെളിവുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ ഈ സംഗതി ഇവിടെ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇനി നിങ്ങൾ അങ്ങനെ തെളിവുകൾക്ക് വലിയ പ്രാമുഖ്യം കൊടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ചെറിയ കുട്ടികളിൽ ഈ പറയുന്ന ചേലാക്രമം നടത്തുന്നതിന്, പെൺകുട്ടികളിൽ വരെ ഈ ചേലാക്രമം നടത്തുന്നു, ഈ ഇസ്ലാം പറയുന്ന കാര്യമാണ്. ഇതിനെന്ത് തെളിവാണുള്ളത്? നിങ്ങൾ അവിടെ എവിടെയും തെളിവുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് പുതിയ തെളിവുകൾ പറയുന്നത് എന്താണ്? ഇതിനൊന്നും ഒരു ഗുണമില്ല, ഈ ബ്ലാങ്കറ്റ് സൊല്യൂഷനായിട്ട് ഇത് ചെയ്യുന്നത് തെളിവേ ഇല്ല. നിസ്കരിക്കുന്ന സംഗതി നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന കാര്യമാണ്. ആ അടിച്ചേൽപ്പിക്കുന്ന കാര്യത്തിന് എന്തെങ്കിലും തെളിവുണ്ടോ? അത് നിങ്ങൾ ആ പറയുന്ന വിശ്വാസികളോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ അടിച്ചേൽപ്പിച്ചത്? അല്ല. അപ്പോൾ മതത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങളൊക്കെയും മതം പറയുന്നു, കിതാബ് പറയുന്നു എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്ന ആളുകളും ഒരു പഠനത്തിൻ്റെയോ അല്ലെങ്കിൽ വിരുദ്ധമായ തെളിവുകൾ, ഇപ്പോൾ നോമ്പെടുക്കുന്നൊക്കെ ആളുകളെ കൊല്ലുന്ന സാധനമാണ്, ആത്മഹത്യാപരമാണ് ഈ പറയുന്നത് റമസാനിലെ നോമ്പ് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഹിജാബിൻ്റെ വിഷയം നമുക്കറിയാം, അത് എത്രമാത്രം അടിച്ചേൽപ്പിക്കുന്നത്. മസാമിനിയൊക്കെ അവിടെ ഇറാനിൽ കൊല്ലപ്പെട്ടത് അടിച്ചേൽപ്പിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ അവരുടെ ആ ഒരു പിടിക്കപ്പെട്ട അവസ്ഥ മറികടക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഒരു തെളിവുണ്ടോ, അതുപോലെ ജനാധിപത്യ രീതിയിൽ ചർച്ച ചെയ്തോ എന്നൊക്കെ ആ ചോദ്യം ഇവിടെ എടുക്കില്ല. കാരണം ആദ്യം നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ആദ്യം മതത്തിൻ്റെ പേരിൽ തന്നെ ഉള്ളത് നിങ്ങൾ ആദ്യം ഈ പറയുന്ന വിശ്വാസികളോട് ചോദിച്ച് അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് നിങ്ങളത് അടിച്ചേൽപ്പിക്കാനും അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് നിരസിക്കാനുള്ള അവസരം നിങ്ങൾ ആദ്യം കൊടുക്കണം. മതം ഉപേക്ഷിക്കുന്നവരെ കൊല്ലണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. 12ാം ക്ലാസ്സിലെ മദ്രസയിലൂടെ പഠിപ്പിക്കുന്ന കാര്യമാണത്. അതുവരെയുള്ള ആളുകളാണ് ഇതെന്ന് പറയുന്നത്. ചർച്ച ചെയ്തിട്ടില്ല, സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസ് ഇല്ല. അപ്പോൾ ആ വാദം ഇവിടെ നമ്മൾ എടുക്കില്ല. നിങ്ങളോടല്ല ഇത് ചർച്ച ചെയ്യേണ്ടത്, നിങ്ങളെ ഈ പറയുന്ന പ്രത്യേകമായിട്ട് എന്തെങ്കിലും പഠനം നടത്തേണ്ട ഗതികേടും നമുക്കില്ല. ഇതാണ് അതിൽ പറയുന്നത്. ഇനി അപ്പോൾ പിന്നെ ഇവിടെ യഥാർത്ഥ വിഷയത്തിലേക്ക് വരികയാണ്. മതമാണോ പ്രശ്നമെന്ന ചോദ്യം വരികയാണ്. അപ്പോൾ പിന്നെ അവർ അവസാനം വളഞ്ഞു മൂക്ക് പിടിക്കുന്ന പോലെ കുറേ പടല തല്ലിയതിന് ശേഷം അവർ ഒടുവിൽ സമ്മതിക്കുകയാണ്, അതെ ഞങ്ങളെ മതം ഇതിലൊരു പ്രശ്നമാണ്, അതാണ് ഇതിലെ പ്രശ്നം. അപ്പോൾ എന്താണ് മതത്തിൻ്റെ പ്രശ്നം? 2 കാര്യങ്ങളാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഒന്ന്, ആൺ പെൺ മിക്സിംഗ് ആണ് ഇതിലെ പ്രശ്നം. 2, അല്പവസ്ത്രമാണ് ഇതിനകത്ത് പ്രശ്നം. ആൺ പെൺ മിക്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തു നോക്കുക. ഈ ആൺ പെൺ മിക്സിങ്ങും അതുപോലെ തന്നെ അല്പവസ്ത്രവും, ഇത് രണ്ടും നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിലെ ഹിജാബ് നിയമമാണ് അവിടെ വരിക. ഓക്കെ, ഈ ഹിജാബ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ അതൊരു തുണിക്കഷ്ണം മാത്രമാണ്. ഇത് തുണിയോ പർദ്ദയോ മാത്രമല്ല. ഈ ഹിജാബ് എന്ന് പറഞ്ഞാൽ മറ എന്നതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള വിവക്ഷ. എന്ന് വെച്ചാൽ സ്ത്രീയെയും പുരുഷനെയും മറ കെട്ടിത്തിരിക്കുക, സ്ത്രീയെ പ്രത്യേകിച്ചും അവിടെ ഒരു മറയ്ക്ക് പിന്നിലാക്കുക എന്നതാണ് അതിൻ്റെ പരമമായ ലക്ഷ്യം. അത് ഏതെല്ലാം മേഖലയിൽ പറ്റുമോ അവിടെയൊക്കെ ചെയ്യുക. ആ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
ആ ഒരു കാരണം പറയുന്നത് എന്താണ്, ഇസ്ലാമിലെ കാരണം എന്താണ്, അത് സ്ത്രീക്ക് ഹയാ എന്ന് പറയുന്ന ഒരു ഡോക്ട്രിൻ അതുണ്ട് എന്നാണ് പറയാം. മോഡസ്റ്റി എന്നാണ് അതിന് വിളിക്കുക. അതായത് മുസ്ലിം പുരുഷനും സ്ത്രീക്കും ഈ മോഡസ്റ്റി പറയുമെങ്കിലും ഈ പറയുന്ന സ്ത്രീയുടെ കാര്യം വരുമ്പോൾ അത് കുറച്ച് അധികം ഉണ്ട്. അതെന്താണ്, ആ സ്ത്രീയെ മറ്റൊരു പുരുഷൻ കാണാൻ പാടില്ല, അവർ തമ്മിൽ തൊടാൻ പാടില്ല, അവർ തമ്മിൽ മിണ്ടാൻ പാടില്ല, അന്യപുരുഷനും സ്ത്രീയും സംസാരിച്ചാൽ പ്രശ്നമാണ്, ഒരു അന്യപുരുഷൻ ഒരു അന്യ സ്ത്രീയെ തൊട്ടാൽ അവൻ്റെ തലയിൽ ആണി അടിച്ച് കയറ്റുന്ന വരെയാണ് ഇവിടെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള സാധനം ഉള്ളപ്പോൾ ഈ സാധനം ഒരു നിയമമായി ഇസ്ലാമിലിരിക്കെ ഇത് ഇസ്ലാമിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇവർ പറയുന്നത് എന്ന് പറയുന്ന നമ്മളെപ്പോലുള്ള ആളുകളെ ഇവരെന്ത് വിളിക്കും, ഇസ്ലാമോഫോബ് എന്ന് വിളിക്കും. ഇസ്ലാമോഫോബിയാണ് പറയുന്നതെന്ന് പറയും. ഇത് ഇസ്ലാമിലെ നിയമമാണ്, ഇത് നമുക്ക് പറയണം. ഇത് പറയാതെ ഇവർ പറയുന്ന സാധനത്തിന്, ഈ അറബിയിലുള്ള സാധനത്തിന് ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് മതമല്ലാതെ ആകില്ല, ഇത് ഇസ്ലാം അല്ലാതെ ആകില്ല. ഇവർ പറയുന്ന മോഡസ്റ്റി എന്ന് പറയുന്ന സാധനത്തിൻ്റെ അറബി ഹയാ എന്ന് പറയുന്ന സാധനമാണ്. ഇനി ഈ സംഗതി തന്നെയല്ലേ താലിബാൻ ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ ഐസിസ് ഇവിടെ പറയുന്നത്, അൽഖയ്ദ ഇവിടെ പറയുന്നത്. അതായത് സ്ത്രീകൾ പുറത്തിറങ്ങി നടക്കരുത്, ഈ വിദ്യാഭ്യാസമൊക്കെ 6ാം ക്ലാസ് വരെ മതി, 6ാം ക്ലാസ് ആകുമ്പോൾ നമ്മൾ കെട്ടിച്ചു വിടും എന്ന് പറയുന്ന അവസ്ഥ. താലിബാൻ അതല്ലേ അഫ്ഗാനിസ്ഥാനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് താലിബാനിസം എന്ന് നമുക്ക് അതിനെ വിളിക്കാൻ പറ്റുന്നു. പക്ഷേ ഇവിടെ ഇതേ വാദം നമ്മുടെ നാട്ടിൽ ഉയർത്തുന്ന ആളുകളെ താലിബാനിസം എന്ന് നമുക്ക് വിളിക്കുമ്പോൾ അവരെ സംഘിച്ചാപ്പ അടിച്ച് ഒതുക്കാനാണ് ശ്രമിക്കുന്നത്. ആ പരിപ്പിന് വേവില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് പറയണം ഇത് താലിബാനിസമാണ്. അപ്പോൾ ആൺ പെൺ മിക്സിംഗ് ആണ് നിങ്ങളുടെ പ്രശ്നമെന്ന് നിങ്ങൾ പറയുമ്പോൾ അതിന് പരിഹാരം എന്താണെന്നാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? അത് സെഗ്രിഗേഷനാണ്. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിജാബ് നിയമമാണ്. ആ നിയമം എവിടെയാണുള്ളത്? അത് ഇസ്ലാമിലാണുള്ളത്. അതാണ് താലിബാൻ അവിടെ അപ്ലൈ ചെയ്യുന്നത്. അതാണ് നിങ്ങളിവിടെ ഇറക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ താലിബാനിസം ഇറക്കുന്നു എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഈ രീതിയിൽ ആൺ പെൺ മിക്സിംഗ് ഇന്നത്തെ ഒരു ആധുനിക സമൂഹത്തിൽ അത് ഒഴിച്ചുകൂടാനാകാത്ത കാര്യമാണ്. ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥ എന്നുള്ളത്. ഇന്നിപ്പോൾ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് ഇറാനിലേക്ക് പറന്നു ചെന്നുകൊണ്ട് നമ്മളുടെ ഫൈറ്റർ ജെറ്റ്സ് പറപ്പിച്ച് അവിടെ ബോംബിട്ട് തിരിച്ചു വരുന്ന മിക്ക ഫ്ലൈറ്റ്സും അത് സ്ത്രീകളാണ് പറത്തിയിരുന്നത് എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കുക. നമ്മളുടെ ഓപ്പറേഷൻ സിന്ദൂർ അത് നടത്തിയ സമയത്ത് അതിൻ്റെ നേതൃത്വം കൊടുത്തിരുന്നത് സ്ത്രീകളാണ്. ഇങ്ങനെ ഒരു അവസരത്തിലേക്ക് ഉയർന്നു വരാനുള്ള സാഹചര്യം ഒരിക്കലും ഒരു ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക നിയമം ഫോളോ ചെയ്യുന്ന ഒരു താലിബാനിൽ അത് നടക്കില്ല. കാരണം ഇസ്ലാം പഠിപ്പിക്കുന്ന സ്ത്രീ മറയ്ക്ക് പിന്നിൽ വീട്ടിനകത്ത് കഴിഞ്ഞുകൂടുക, ആ ഇരിക്കുന്ന സ്ഥലത്ത് ജനൽ പോലും പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചു വെക്കുന്നത്. അവിടെയാണ് ഇവർ വന്നിരുന്നിട്ട് ഈ ആൺ പെൺ മിക്സിങ്ങിനെ കുറിച്ച് വാദോരാതെ പറയും, ഇത് കൾച്ചറൽ ഇൻവേഷൻ ആണെന്ന് പറയും ചെയ്യുന്നത്. ഇതൊരു കാപട്യമാണെന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന ആൺ പെൺ മിക്സിങ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് എവിടെയാണ്? ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്നത് മക്കയിലാണ്. ഞാൻ മക്കയെ മക്ക എന്നല്ല ഞാൻ വിളിക്കാറ്, ഞാൻ ജാക്കിസ്ഥാൻ എന്നേ വിളിക്കാറുള്ളൂ. അതൊന്നും വിചാരിക്കരുത്. കാരണം അവിടെ നടക്കുന്നത് അത് തന്നെയാണ്. അതിൻ്റെ എന്താണ് മോസ്ക് മീ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ മീ ടു ക്യാമ്പയിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ ഒരു മോസ്ക് എന്ന് ആഡ് ചെയ്യുക. മോസ്ക് മീ ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഹാഷ്ടാഗ് തന്നെ ഇവിടെ വൈറലായി. അത് നിങ്ങളൊന്ന് പരിശോധിക്കുക. അതിനകത്ത് നിങ്ങൾക്ക് കാണും ഈ മക്ക ഹറം പള്ളിയിൽ ഹജ്ജിനും ഉംറയ്ക്കും പോകുന്ന വേളയിൽ അവിടെ ഈ പുരുഷന്മാരും സ്ത്രീകളും ഇതേപോലെ അല്പവസ്ത്രധാരികളായിട്ട്, അല്പവസ്ത്രം എന്നുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആ സാധനം തന്നെയാണ് അവിടെ നടക്കുന്നത്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാം, വിശ്വാസികൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ആ സംഗതി അവിടെ വെച്ചുകൊണ്ട് അവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള സ്ത്രീ പീഡനങ്ങളുടെ കഥ, അത് അനുഭവിച്ചുള്ള സ്ത്രീകൾ പുറത്തു വന്ന് തുറന്നു പറഞ്ഞതിൻ്റെ കഥകൾ ഈ മോസ്ക് മീ ടു എന്ന് പറയുന്ന ആ ഹാഷ്ടാഗ് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാർത്തകൾ നിങ്ങൾക്ക് 100 കണക്കിന് കിട്ടും. ഇതാണ് അവിടെ നടന്നത്. ഈ ഏറ്റവും ഒടുവിൽ നടന്ന ഹജ്ജിൻ്റെ വേളയിൽ പോലും നടന്നിട്ടുള്ള അത്തരം ശ്രമങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്, വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആൺ പെൺ മിക്സിംഗ് ഒരു പ്രശ്നമാണ്, അതൊരു വലിയ പ്രശ്നമാണെന്നാണ് നിങ്ങൾ പറയുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ഈ പറയുന്ന സാധനം നിങ്ങൾ മക്കയിൽ പരിഹരിക്കും. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് അവിടുത്തെ ഈ ജാക്കി വെപ്പിന് എന്തെങ്കിലും ഒരു പരിഹാരം നിങ്ങൾ കണ്ടെത്തുക. അതേപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യമാണ് മദ്രസയിൽ നടക്കുന്ന പീഡനം. അവിടെ നിങ്ങൾ ഈ പറയുന്ന ആൺ പെൺ മിക്സിങ്ങിൻ്റെ കാരണം കൊണ്ട് തന്നെയല്ലേ അങ്ങനെയാണെങ്കിൽ അവിടെ ഈ ഉസ്താദുമാർ പെഞ്ചു കുട്ടികളെ ഇട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ പറയൂ, അതും ആൺകുട്ടികളെ വരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ അവിടെ നിങ്ങൾ അതിനെ കാണുന്നില്ല. അവിടെ ആൺ പെൺ മിക്സിങ് നിങ്ങൾക്ക് പ്രശ്നമില്ല. ഹറം പള്ളിയിൽ നടക്കുന്ന ആൺ പെൺ മിക്സിങ് നിങ്ങൾക്ക് പ്രശ്നമില്ല. ഇത് വരിയായി നിന്ന് അതും ഈ പറയുന്ന സൂംബ ഫിറ്റ്നസ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1 arm ഡിസ്റ്റൻസ് അടുത്ത് നിൽക്കുന്ന ആളുമായിട്ടുണ്ടാവും. അങ്ങനെ നിന്നിട്ടേ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുള്ളൂ. അടുത്തടുത്ത് ഒട്ടി നിന്നിട്ട് ചെയ്യുന്ന കാര്യമല്ല. മക്കം ഹറം പള്ളിയിൽ ഒട്ടി നിന്നിട്ട് നെഞ്ചോട് നെഞ്ച് നിന്നിട്ടാണ് അവിടെ ഈ പറയുന്ന നിങ്ങളുടെ ഹലാൽ സൂംബ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു 1 arm ഡിസ്റ്റൻസിൽ നിന്ന് കറങ്ങാനും ചാടാനുള്ള ഗ്യാപ്പ് ഇട്ടുകൊണ്ട് നടത്തുന്ന ഒരു സാധനം. അതിനെയാണ് നിങ്ങൾ ഇവിടെ ആൺ പെൺ മിക്സിംഗ് എന്നും അതുപോലെയുള്ള അശ്ലീല വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളിവിടെ അതിനെ ഇക്വേറ്റ് ചെയ്തിട്ട് മതധാർമ്മികത അടിസ്ഥാനത്തിൽ അളന്നിടാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നത്. അതേ അളവുകൾ കൊണ്ട് നമ്മൾ അളക്കുമ്പോൾ പറയുന്നു നിങ്ങൾ അതിനേക്കാൾ വലിയ ഗുരുതരമായ പ്രശ്നം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മദ്രസകളിലും ഇവിടുത്തെ ഹറം പള്ളിയിലുമാണ്. മോസ്ക് മീ ടു അതിൻ്റെ ഉത്തമമായ തെളിവാണ്. മദ്രസയിൽ നടക്കുന്ന പീഡനവും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പോൾ ഇത് നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ ഇങ്ങനെയുള്ള മതപരമായ കാര്യം പറഞ്ഞാൽ പോലും ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി ഇതിനകത്ത് രണ്ടാമത്തെ കാര്യം എന്താണ്?
ഈ എന്താണ് ഇതിൻ്റെ കൾച്ചറലായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ ഇതിലെ മറ്റ് ചില വസ്തുതകളൊക്കെയാണ് പറയുന്നത്. ആൺ പെൺ മിക്സിങ്ങിനോടൊപ്പം തന്നെ അവർ പറയുന്നൊരു കാര്യമാണ്. അവിടെ ഈ കൾച്ചറൽ മിക്സിങ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇവർ നമ്മുടെ നാട്ടിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന പർദ്ദ, ഇത് നമ്മളുടെ കൾച്ചറാണോ? ഇത് കൾച്ചറൽ ഇൻവേഷൻ. അപ്പം നിങ്ങൾ ഏത് കൾച്ചറിലേക്ക് ഏത് കൾച്ചർ ഇൻവേഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ഇസ്ലാം എന്ന് പറയുന്ന കൾച്ചറിലേക്ക് വെസ്റ്റേൺ കൾച്ചർ വരുന്നതിനാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രശ്നമല്ല, അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. ഓക്കെ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൾച്ചറൽ എക്സ്ചേഞ്ചസിന് എന്നും വഴങ്ങിയിട്ടുള്ള ഒരു നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. കൾച്ചേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്, കൾച്ചറുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് അങ്ങനെ തന്നെ ഇവിടെ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ നിങ്ങൾക്കാണ് അങ്ങനെ കൊടുത്തിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഇസ്ലാം ഇന്ത്യയിൽ ഉണ്ടാവില്ലായിരുന്നു. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ മന്തിക്കടകൾ ഇവിടെ പൊങ്ങില്ലായിരുന്നു, ഇവിടെ പർദ്ദ ഇട്ട് നടക്കാൻ അവസരം ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കൾച്ചറൽ ഇൻവേഷൻ ഇന്ത്യ നിന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എക്സ്ചേഞ്ചസ് എല്ലാ കാലത്തും നടക്കണം എന്നതാണ് നമ്മൾ പറയുക. അപ്പോൾ ഇനി നിങ്ങൾ ഈ പറയുന്ന വെസ്റ്റേൺ പാശ്ചാത്യ സംസ്കാരം എന്നാണ് നിങ്ങൾ പറയുന്നത്, അത് വളരെ അപകടം പിടിച്ചൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എന്താണ്, ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ടെറർ ഓർഗനൈസേഷൻസ് എല്ലാം തന്നെ ഉയർത്തി വെക്കുന്ന ഒരു വാദമാണ് ഈ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ അധിനിവേശം, അത് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഇസ്ലാമിക താലിബാനിസം വളർത്തുന്ന പരിപാടി. ഇത് എല്ലാ തീവ്രവാദ സംഘടനകളും ചെയ്യുന്ന കാര്യമാണ്. അതിൽ ഏറ്റവും പേരെടുത്തൊരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ പേര് തന്നെ എന്താണ്? ബോക്കോ ഹറാം എന്നാണ് ആ സംഘടനയുടെ പേര്. ബോക്കോ ഹറാം എന്ന് പറയുന്ന ആ തീവ്രവാദ സംഘടനയുടെ വാക്കുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് തന്നെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഈസ് ഹറാം എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ബുക്ക് എന്നുള്ളതിനെയാണ് ബോക്കോ എന്ന് അവർ പറയുക. എന്നുവെച്ചാൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അത് പാടില്ല. ഇവിടെ 1920കളിൽ നമ്മുടെ നാട്ടിൽ 30കളിലൊക്കെ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം ഇവിടെ സാർവത്രികമാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയ സമയത്ത് സ്ത്രീകൾക്ക് വിദ്യ അഭ്യസിക്കൽ അത് ഹറാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആളുകളാണ് ഇവിടുത്തെ സമസ്ത. അപ്പോൾ അന്ന് വിദ്യാഭ്യാസത്തിന് തന്നെ എതിരായിരുന്നു, അത് ഹറാമാണെന്ന് പറഞ്ഞു, അത് ഞങ്ങളുടെ കൾച്ചറിന് പറ്റില്ല എന്ന് പറഞ്ഞ് നിന്ന ആളുകളാണ് ഇന്ന് എന്ത് പറയുന്നത്, സ്കൂളിൽ സൂംബ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണോ വിദ്യാഭ്യാസം ഹറാമാണെന്ന് പറഞ്ഞ സാധനം ഇന്നിപ്പോൾ പെൺകുട്ടികൾക്ക് ഹറാം അല്ലാതെ ആയത് എന്ന് പറഞ്ഞ മാതിരി, ഫോട്ടോ എടുക്കൽ എങ്ങനെയാണോ ഹറാമാണെന്ന് പറഞ്ഞു നടന്നിരുന്നത് അത് ഇന്നിപ്പോൾ ഹലാലായി മാറിയത്, എങ്ങനെയാണോ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്നത് ഹറാമാണെന്ന് പറഞ്ഞു നടന്നിരുന്നത് ഇന്നിപ്പോൾ ഹലാലായി മാറിയത്, എങ്ങനെയാണോ ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നത് ഹറാമാണ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഹലാലായി മാറിയത് എന്ന് പറഞ്ഞ മാതിരി ഈ സൂംബയും ഹലാലായി മാറിക്കോളും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊരു ഇവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, ഇതൊരു എവല്യൂഷൻ, ഇതിൽ ഈ റിഫോർമേഷൻ്റെ ഒരു വെളിച്ചം അവരിലേക്ക് ഒരിക്കൽ പോലും എത്താതെ പോയതിൻ്റെ ഒരു വലിയൊരു കുഴപ്പമാണ് ഈ കാണുന്നത്. ഇങ്ങനെയാണ് ഇസ്ലാമും മുസ്ലിങ്ങളും റിഫോർമേഷൻ്റെ അടിയിൽ പെട്ടുകൊണ്ട് പരുവപ്പെടുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ അവസാന വശം എന്ന് പറയുന്നത്, ഞാൻ നിർത്തുന്നില്ല, ഒരു കാര്യം കൂടി പറയുകയാണ്. അതായത് ഇതിലെ രാഷ്ട്രീയ വശമാണ്. ഈ രാഷ്ട്രീയ വശം നമ്മളിവിടെ കൃത്യമായിട്ട് കാണണം, അത് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഇതിനകത്ത് മാധ്യമങ്ങൾ എടുക്കുന്ന ഒരു നിലപാട്, ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സാധാരണ നമ്മൾ ഇത്തരം വിഷയങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ എനിക്ക് ഓർമ്മ വരിക നമ്മുടെ തുടരും സിനിമയിൽ നമ്മുടെ ജോർജ് സാറ് വന്ന് നിന്നിട്ട് എന്തെങ്കിലും കാണുമ്പോൾ ഇങ്ങനെ ഹലോ എന്ന് പറയുന്നൊരവസ്ഥ. ഇതാണ് ഇവിടെ ഈ സമസ്ത വന്ന് നിന്നിട്ട് ഹലോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സർക്കാർ എടുക്കുന്ന ഏതൊരു തീരുമാനം ഉണ്ടെങ്കിലും പിന്നെ അടുത്ത ദിവസം മാറ്റുന്നതാണ് നമ്മൾ പൊതുവേ കാണാറുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നു വളരെ കൃത്യമായിട്ട് ഇത് സർക്കാരിൻ്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുന്ന ഒരു സർക്കാരിനെ നമുക്ക് കാണാനാകുമ്പോൾ ഒരു ചെറിയൊരു സന്തോഷം. കാരണം ഈ ഒരു സംഗതി ഇത് പണ്ടേ ചെയ്തിരുന്നെങ്കിൽ ഇത്തരം തീവ്രവാദ കൂട്ടങ്ങളെയും ഇത്തരം താലിബാനികളെയും നിലയ്ക്ക് നിർത്താൻ പറ്റുന്നൊരു കാര്യമേ ഉള്ളൂ. ശക്തമായിട്ട് നിയമം നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. ഞാനൊക്കെ പണ്ടേ പറയുന്ന കാര്യമാണ്, ഇസ്ലാമിനെ തളയ്ക്കാൻ, ഇസ്ലാമിക തീവ്രവാദത്തെ തളയ്ക്കാനുള്ള ഏറ്റവും ഒറ്റമൂലിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള വഴി എന്ന് പറയുന്നത് ശക്തമായ നിയമനിർമ്മാണമാണ്. അതുപോലെ തന്നെ താലിബാനികളെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള തുറങ്കിലടയ്ക്കേണ്ടവരെ തുറങ്കിലടയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കൃത്യമായ വഴി. അത് ചെയ്താൽ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് ഇന്നിവിടെ കാണുകയല്ലേ, ഒരു NIA പോലും ഇറങ്ങാതെ തന്നെ ഇത് നമുക്ക് ഇവിടെ ഒരു സർക്കാരിന് ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ അത് നിൽക്കുകയാണ്. കാരണം എന്താണ്, ഇത് പൊതുജനങ്ങളുണ്ട്, ഇവിടെ പൊതുജനങ്ങൾക്ക് ബോധമുണ്ട്, പഴയ മാതിരിയല്ല. അവരിതെല്ലാം കാണുകയും വീക്ഷിക്കുകയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സോഷ്യൽ മീഡിയ അടക്കം ഉള്ളപ്പോൾ ഇന്ന് സർക്കാരിന് അവരുടെ ഫീഡ്ബാക്ക് കിട്ടുകയാണ്. പണ്ട് ഇത് കിട്ടാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അവരറിയാതെ പോയിരുന്നത്. ഇന്നിവിടെ കാണുന്നത് സർക്കാർ ശക്തമായ നിലപാടെടുക്കുന്നു. മാധ്യമങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 മാധ്യമങ്ങൾ ഒഴിച്ച്, ഇപ്പോൾ മാതൃഭൂമിയൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടു, ഇതിനൊക്കെ വല്ലാതെ കഷ്ടപ്പെടുന്നതാണ് കണ്ടത്. ഞാനൊരു ചർച്ച ചെയ്തിരുന്നപ്പോൾ നമ്മൾ മ്യൂട്ട് ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായി. കാരണം എന്നോട് ചോദിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയും ഇതിൻ്റെ പ്രശ്നം മതമാണ്, ഇത് നമ്മൾ നേർക്ക് നേരെ പറഞ്ഞാൽ തീരേണ്ട കാര്യമുള്ളൂ. അതിന് ഇവർ പകരം എന്ത് ചെയ്യും, ഇതിങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കും. ഇതിൻ്റെ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് പറയരുത്, ഇതിന് അജണ്ടയെക്കുറിച്ചേ പറയാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വളഞ്ഞു മൂക്ക് പിടിക്കുന്ന പരിപാടി. ഈ അജണ്ടയെക്കുറിച്ച് പറയുമ്പോൾ ഈ അജണ്ട ഉണ്ടാക്കുന്നതിന് സെറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന നിയമങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, അത് ഈ മതത്തിൽ നിന്നാണ് വരുന്നത്. അത് നമ്മൾ പറയാതെ എങ്ങനെ മുന്നോട്ട് പോവുക? പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ജാനകി സിനിമയുടെ കാര്യമായിരുന്നു അന്ന് അവിടെ ചർച്ച ചെയ്തത്. അപ്പോൾ ആ സിനിമ ആ പേരിടുമ്പോൾ പ്രശ്നം എന്ന് നിങ്ങൾ പറയുമ്പോൾ
അതിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അതിൻ്റെ പിന്നിൽ ഹൈന്ദവ ഭീകരതയാണ്, ഹിന്ദുത്വ അജണ്ടയാണ് എന്ന് പറയാനോ, നിങ്ങൾക്ക് ആ ഭീകരതയാണെന്ന് പറയാനോ നിങ്ങൾക്ക് പറ്റാത്ത നിങ്ങൾക്ക്, ഈ പറ്റുന്ന നിങ്ങൾക്ക്, അത് ഭീകരതയാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്ന നിങ്ങൾക്ക്, ഈ സൂംബ വിഷയത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള അജണ്ട അതൊരു ഇസ്ലാമിക ഭീകരതയാണ് എന്ന് പറയുമ്പോൾ അത് പറയാൻ പാടില്ല എന്ന് പറയുകയാണ് നിങ്ങൾ. അവിടെയാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പ്. അപ്പോൾ സത്യത്തിൽ നിങ്ങൾ ഈ സംഘപരിവാർ വളരും എന്നും പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ സത്യത്തിൽ സംഘപരിവാറിന് വളമാകുകയാണ് ചെയ്യുന്നത്. ഇത് ഇരട്ടത്താപ്പാണ് സത്യത്തിൽ ഈ വലതുപക്ഷ ശാക്തീകരണത്തിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. അത് തിരിച്ചറിയാതെ നിങ്ങൾ ഈ പറയുന്ന ഇസ്ലാമിസത്തെ, ഈ പറയുന്ന താലിബാനിസത്തെ നിങ്ങൾ പിന്താങ്ങിക്കൊണ്ട് നടന്നാൽ ഇവിടെ വളരെ വലതുപക്ഷമാണ്, ഈ ബോധമുള്ള ആളുകളൊക്കെ വലതാണ് എന്നും നിങ്ങൾ സമ്മതിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും അധികം വൈകാതെ. ഇതാണ് നമുക്കതിൽ കാണാനുള്ളത്. എന്തായാലും ഇവിടെ ഈ പറയുന്ന മാധ്യമങ്ങൾ ഈ വിഷയത്തിലെങ്കിലും ഇതുപോലെ ഒരുമിച്ച് നിന്ന് ചെയ്യുന്ന ഭൂരിപക്ഷ മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള താലിബാനികളെ കൃത്യമായി തെരഞ്ഞുപിടിച്ച് ഒറ്റപ്പെടുത്താനുള്ളൊരു സാഹചര്യം ഒരുക്കിയപ്പോൾ സത്യത്തിൽ ഇത് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. ഈ താലിബാനികൾ ആരാണെന്നും താലിബാനിസം എങ്ങനെയാണ് വളരുന്നത് എന്നും അതെങ്ങനെയാണ് വലതുപക്ഷ ശാക്തീകരണം ഉണ്ടാക്കുന്നത് എന്നുമെല്ലാം കൃത്യമായിട്ട് കാണാനുള്ള ഒരു വഴിയായിട്ട് ഇത് മാറുമ്പോൾ ഈ സൂംബ വിഷയം അതിനേക്കാളൊക്കെ ഉപരി സൂഡിയോ പ്രക്ഷോഭമായിട്ട് ഇറങ്ങി സൂഡിയോയുടെ കച്ചവടം എങ്ങനെയാണോ കൂടിയത്, അതെങ്ങനെയാണോ 8 നിലയിൽ പൊട്ടിയത് ഈ പറയുന്ന ആ പ്രക്ഷോഭം എന്ന് പറഞ്ഞ മാതിരി ഈ സൂംബ ഈ വിവാദം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് സൂംബ കച്ചവടം നന്നായിട്ട് കൂടും എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. അപ്പോൾ ഇനി ഇതേപോലെ ഏതെങ്കിലുമൊക്കെ പൊളിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ക്ലച്ച് പിടിക്കാത്ത എന്തെങ്കിലുമൊക്കെ ബിസിനസ് സംരംഭം ഉണ്ടെങ്കിൽ അതൊന്ന് ഈ സാധനമായിട്ടൊന്ന് കൂട്ടി ഇണക്കിയിട്ട് ഒന്ന് പറഞ്ഞാൽ മതി, അടുത്ത ദിവസം ഇത് വിജയിപ്പിക്കാൻ നമ്മുടെ സ്വന്തം താലിബാനികൾ മുന്നോട്ട് വരും എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഏറ്റവും മികച്ച പരസ്യം നൽകാൻ അവരെക്കാൾ മികച്ച ആളുകൾ വേറെ ഇല്ല എന്നുള്ളതാണ് കാലം നമുക്ക് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടി കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നു ഇതൊരു ഇന്നവിറ്റബിൾ ആയിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തരണം ചെയ്യും, നമ്മൾ തരണം ചെയ്തേ പറ്റൂ. പക്ഷെ ആ തരണം ചെയ്യലിൽ നമ്മൾ എടുക്കേണ്ട ചില നിലപാടുകളും പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞ് നമ്മൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സംഗതിയിൽ നമ്മൾ പെട്ടുവിടലും. അത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് തരണം ചെയ്ത് മുന്നോട്ട് വളരെ പെട്ടെന്ന് പുറത്തു കടക്കുക മാത്രമല്ല ഈ താലിബാനിസത്തിൽ നിന്നും ഇന്ത്യയെ രക്ഷിക്കാൻ കഴിയും, നമ്മുടെ നാടിനെ രക്ഷിക്കാൻ കഴിയും. ഈ വളർന്നു വരുന്ന പിഞ്ചു കുട്ടികളുടെ മനസ്സിലേക്ക് അവർ മതം പോലും ചോദിക്കാത്ത ആളുകളായിരിക്കെ അവരെ തെരഞ്ഞു പിടിച്ചിട്ട് മതം അന്വേഷിപ്പിക്കുന്ന നിലയിലേക്ക് കൊണ്ടെത്തുകയും സൂംബ ആഭാസമാണെന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് ഇഷ്ടമില്ലാതെ ആരെങ്കിലും മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞ് സമ്മതം കൊടുത്തു കഴിയുമ്പോൾ സൂംബ കളിക്കുന്ന ആളുകൾ മുഴുവൻ ആഭാസക്കാരികളാണ്, ആഭാസന്മാരാണ് എന്ന് പറയാനുള്ളൊരു അവസരം കൂടിയാണ് ഈ മത നേതൃത്വം ഇവിടെ വെച്ചു കൊടുക്കുന്നത് പറയുമ്പോൾ ഇത്തരത്തിലുള്ള വളരെ വികലമായിട്ടുള്ള ചിന്താഗതികൾ കുത്തിയിറക്കുന്ന ആളുകളെ നമ്മൾ ഒറ്റപ്പെടുത്തുക, അവരെ തിരിച്ചറിയുക, അത്തരം ശക്തികൾക്ക് ഒരു വേദിയും കൊടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളിതിൽ ചെയ്യേണ്ടത്. അവരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ള വഴികൾ തുറന്നിടുക എന്നാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടതെന്നാണ് ഇതിൽ പറയാനുള്ളത്. എന്തായാലും മതപരമായി ചർച്ച നടത്തിയില്ല എന്നായിരുന്നു ഇവർ ആദ്യം പറഞ്ഞിരുന്നത്. ആരിഫ് സാർ ചോദിച്ചതുപോലെ എല്ലാ കാര്യവും ഇവരെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ചർച്ചയ്ക്ക് വയ്ക്കാറുണ്ടോ എന്നുള്ളതാണ്. മറ്റൊന്ന് മാധ്യമങ്ങളുടെ ഇടപെടലുകളാണ്. മാധ്യമങ്ങൾ കൃത്യമായി ഈ വിഷയം അഡ്രസ് ചെയ്തിട്ടുണ്ട്, അത് ജനങ്ങളിലേക്ക് എത്തിയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് സൂംബ വിവാദത്തിൽ പെട്ടെന്ന് തന്നെ സർക്കാരിന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഇല്ല, സർക്കാർ ഒരു ഇഞ്ച് പോലും ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറയേണ്ടി വന്നത്. മറ്റൊരു കാര്യം, ശ്രീമതി ടീച്ചറാണ് ആദ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് സമസ്ത ഈ ഒരു തീരുമാനത്തെ താലിബാനിസം എന്ന് വിശേഷിപ്പിച്ചത്. അതെല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. കാരണം ആരിഫ് സാർ പറഞ്ഞതുപോലെ സമസ്ത ഒരു കാര്യം പറയുന്നു, സമസ്ത വന്നിരുന്ന് ജോർജ് സാറിനെ പോലെ ഹലോ പറയുമ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയുന്ന ഒരു സർക്കാരിനെയാണ് നമ്മൾ ഇത്രയും കാലം കണ്ടത്. പക്ഷേ സൂംബ വിഷയത്തിൽ കൃത്യമായി വി ശിവൻകുട്ടിയെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി സർക്കാർ തീരുമാനം പറയുകയും അതിനെയും സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ നടപ്പിലാക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. വ്യക്തമാണ്. താങ്ക് യു ആരിഫ് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.